ആദം നബിയെ സൃഷ്ടിച്ചത് വെറും കളിമണ്ണിലാണെന്ന് നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. DNA എന്ന വാക്ക് പോലും കേട്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ സങ്കീർണമായ പ്രപഞ്ച രഹസ്യങ്ങളെ മണ്ണ് എന്ന ലളിതമായ ഉപമയിൽ വിവരിച്ചത്. എന്നാൽ ആ പഴയ കഥകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ജനറ്റിക പരീക്ഷണത്തിന്റെ യഥാർത്ഥ രഹസ്യം അറിയാൻ ഈ കഥ കേൾക്കുക. പ്രൊജക്ട് ആദം, ഹോമോ സാപ്പിയൻ 1. പ്രപഞ്ചത്തിന്റെ ഉന്നത തലങ്ങളിൽ ഭൗതിക നിയമങ്ങൾക്കപ്പുറം സ്വർഗീയമായ ആ പരീക്ഷണശാലയിൽ പ്രൊജക്ട് ആദം പൂർത്തിയായി. അസാസിൽ എന്ന ജിന്ന് തൻ്റെ യുഗങ്ങൾ നീണ്ട സിദ്ധികൾ കൊണ്ട് ആർജിച്ചെടുത്ത ജ്ഞാനത്തെക്കാൾ എത്രയോ മടങ്ങ് ഉയർന്ന ഒരു ജനിതക വിസ്മയമായിരുന്നു അത്. ദ ജനറ്റിക് ബ്ലൂ പ്രിന്റ്. ഭൂമിയിൽ ദശലക്ഷക്കണക്ക് വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന പരിണാമ പ്രക്രിയയെ സൃഷ്ടാവ് നിരീക്ഷിക്കുകയായിരുന്നു. നിയൻഡർതാലുകളും ഹോമോ ഇറക്ടസുകളും തങ്ങളുടെ ശാരീരിക കരുത്തുകൊണ്ട് അതിജീവിതത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധതലം, കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നില്ല. ആദം നബിയുടെ DNA വെറും ഒരു ജൈവക ഘടന ആയിരുന്നില്ല. അത് പ്രപഞ്ചത്തിലെ ഏറ്റവും കൃത്യതയാർന്ന മൂലകങ്ങളുടെ ഒരു പെർഫെക്റ്റ് മിക്സ് ആയിരുന്നു. പ്രപഞ്ചത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉന്നതമായ ജനിതക വിവരങ്ങൾ കോർത്തിണങ്ങി നിർമ്മിച്ച ഒരു കുറ്റമറ്റ അല്ലെങ്കിൽ ഫ്ലോലെസ് ബ്ലൂ പ്രിന്റ് ആയിരുന്നു അത്. ഇന്ന് നമ്മൾ കാണുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ ജനിതക വൈവിധ്യങ്ങളെക്കെല്ലാം ആധാരം ആദം നബിയുടെ ആ ഏക മാസ്റ്റർ പീസാണ്. നമ്മളിൽ ഇന്ന് കാണപ്പെടുന്ന ജനിതക വൈകല്യങ്ങളോ ബലഹീനതകളോ ഇല്ലാത്ത പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റതായ, ഏറ്റവും ശുദ്ധമായ പതിപ്പായിരുന്നു അത്. അതിനാൽ ഹോമോ സാപ്പിയൻ എന്നല്ല, ഹോമോ സാപ്പിയൻ 1 എന്ന് വിളിക്കുന്നതായിരിക്കും ഒന്നും കൂടി അനുയോജ്യം. സൃഷ്ടാവ് ആദമിൻ്റെ ശരീരം രൂപപ്പെടുത്തിയ ശേഷം അതിലേക്ക് ഉടൻ തന്നെ ജീവൻ നൽകിയില്ല. നീണ്ട 40 വർഷക്കാലം ആ രൂപം ആകാശത്ത് ആത്മാവില്ലാതെ ഒരു ശരീരം മാത്രമായി സൂക്ഷിക്കപ്പെട്ടു. ആധുനിക ശാസ്ത്രത്തിലെ ഒരു ക്ലോനെ പോലെ ശ്വാസമോ ചിന്തയോ ഇല്ലാത്ത, എന്നാൽ ജനിതകമായി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു രൂപമായിരുന്നു അത്. ഈ 40 വർഷക്കാലം ആ ശരീരം പ്രപഞ്ചത്തിലെ ഉന്നതമായ ഊർജങ്ങളെ ആവാഹിച്ചുകൊണ്ട് ഒരു തരം ഇൻക്യുബേഷൻ ഘട്ടത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അസാസിൽ ഈ രൂപത്തിനെ വിസ്മയത്തോടെ നോക്കി നിന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ചലനമില്ലാത്ത ഒരു മൺരൂപമാണെന്ന് തോന്നിച്ചെങ്കിലും അതിൻ്റെ ഓരോ കോശത്തിലും വരാനിരിക്കുന്ന ഒരു വലിയ സ്പീഷീസിൻ്റെ, ഹോമോസാപ്പിയൻ്റെ കോടിക്കണക്കിന് ഡാറ്റകൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സൃഷ്ടാവ് റൂഹ് ആ ജനിതക പേടകത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. പ്രപഞ്ചത്തെ വിറപ്പിച്ച ആ മഹാപ്രതിഭ ഉണരുന്നതും. സിസ്റ്റം ബൂട്ട്, ബോധത്തിൻ്റെ ഉദയം. ദൈവകൽപ്പന പ്രകാരം റൂഹ്, ആത്മാവ് ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. അതൊരു അത്ഭുതകരമായ സിസ്റ്റം ബൂട്ടായിരുന്നു. ആ നിമിഷം ആദമിൻ്റെ തലച്ചോറിലെ കോടിക്കണക്കിന് ന്യൂറോണുകൾ ഒരേ സമയം ഉണർന്നു. ജീവൻ ലഭിച്ചയുടനെ ആദം നബി തോന്നി. ശ്വാസകോശത്തിലൂടെ ആദ്യമായി വായു കടന്നു പോയപ്പോൾ ആദമിന്റെ ശരീരം കാണിച്ച സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു ആ തുമ്മൽ. ആ നിമിഷം ജീവൻ ലഭിച്ചതിനോ അതോ തൻ്റെ ശരീരത്തിലെ അത്ഭുതകരമായ സിസ്റ്റം പ്രവർത്തിച്ചു തുടങ്ങിയതിനോ എന്നറിയില്ല. അദ്ദേഹം സൃഷ്ടാവിനോട് നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നും തുമ്മലിന് ശേഷം നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നതിൻ്റെ മൂല കാരണവും ആ ആദ്യ മനുഷ്യൻ്റെ സ്മരണയാണ്. ആ നിമിഷം വരെ ശബ്ദമില്ലായിരുന്ന ആ മൺരൂപത്തിലേക്ക് ബോധമെത്തിയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാഷ അദ്ദേഹം തിരിച്ചറിഞ്ഞു. തൻ്റെ സൃഷ്ടാവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആദം നബിയുടെ ബ്രെയിൻ ഒരു സൂപ്പർ ഇൻ്റലിജന്റ് ബ്രെയിൻ ആയിരുന്നു. ദ ടീച്ചർ ഓഫ് ഏഞ്ചൽസ്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ മാലാഖമാർക്കിടയിൽ ഒരു സംശയം ഉടലെടുത്തിരുന്നു. ഭൂമിയിൽ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ രൂപത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഈ സംശയത്തിന് മറുപടി നൽകാനായി സൃഷ്ടാവ് ഒരു മഹാപരീക്ഷണം ഒരുക്കി. മാലാഖമാർക്ക് നൽകപ്പെട്ടത് കൃത്യമായ ജോലികൾ ചെയ്യാനുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് മാത്രമായിരുന്നു. സൃഷ്ടാവ് പ്രപഞ്ചത്തിലെ നിഗൂഢമായ വസ്തുക്കളെയും അവയുടെ രഹസ്യങ്ങളെയും കുറിച്ച് മാലാഖമാരോട് ചോദിച്ചു. എന്നാൽ തങ്ങളുടെ അറിവിന് പുറത്തുള്ള കാര്യങ്ങളാണെന്ന് അവർ വിനയപൂർവ്വം സമ്മതിച്ചു. തുടർന്ന് ആദമിനോട് ഇവ വിശദീകരിക്കാൻ കൽപ്പിച്ചു. അവിടെയാണ് ആ വിസ്മയം നടന്നത്. ആദം വെറും ഒരു വിദ്യാർത്ഥിയല്ല, മറിച്ച് മാലാഖമാരുടെ അധ്യാപകനായി മാറി.
പ്രപഞ്ചത്തിൻ്റെ ക്വാണ്ടം ഘടനയും ആറ്റങ്ങളുടെ ചലനവും ഭാഷകളുടെ ഉദ്ഭവവും അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് സമാനമായ വേഗതയിൽ അറിവുകൾ പകർന്നു നൽകുന്ന ആദമിനെ കണ്ട് മാലാഖമാർ ആദരവോടെ തലകുനിച്ചു. ആദം എന്ന ഈ പുതിയ സ്പീഷീസിന്റെ ജനിതക പൂർണ്ണത അവിടെ തെളിയിക്കപ്പെട്ടു. ദ കോംപ്ലിമെന്ററി DNA. ആദമിന്റെ ഈ സങ്കീർണമായ ജനിതക ഘടനയ്ക്ക് ഒരു പൂരകം കോംപ്ലിമെന്ററി ആവശ്യമായിരുന്നു. ഇതിനായി ആദമിന്റെ ശരീരത്തിലെ വാരിയലിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ചു. അവിടെ നിന്നുള്ള കോശങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് ഹൗവ എന്ന രണ്ടാമത്തെ രൂപം സൃഷ്ടിക്കപ്പെട്ടു. ആദമിന്റെ അതേ ബുദ്ധിപരമായ ഔന്നത്യവും എന്നാൽ അതിജീവിതത്തിന് ആവശ്യമായ വ്യത്യസ്തമായ ശേഷികളുമുള്ള ഒരു ഡിസൈൻ ആയിരുന്നു അവരുടേത്. ദ ഡിസെന്റ്. ആദമിനെ ആദരിക്കാൻ കൽപ്പന വന്നപ്പോൾ ഒരാൾ മാത്രം മാറി നിന്നായിരുന്നു. അസാസിൽ തൻ്റെ അഹങ്കാരത്തിൽ ഉറച്ചു നിന്നു. താൻ ശുദ്ധമായ ഊർജത്താൽ നിർമ്മിക്കപ്പെട്ടവനാണെന്നും ഈ പുതിയ രൂപം വെറും ഭൗതിക മൂലകങ്ങളാൽ അല്ലെങ്കിൽ മണ്ണ് വെച്ച് നിർമ്മിക്കപ്പെട്ടതാണെന്നും അവൻ വാദിച്ചു. പുറത്താക്കപ്പെട്ട അസാസിൽ അല്ലെങ്കിൽ ഇബ്ലീസ് ഇപ്രകാരം പ്രഖ്യാപിച്ചു: ആദമിനെ മാത്രമല്ല, അവന്റെ ഈ DNA വഹിക്കുന്ന ഓരോ തലമുറയെയും ഞാൻ വേട്ടയാടും. പ്രപഞ്ച രഹസ്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ കഴിയുന്ന ഈ ഉന്നത വർഗത്തെ ഞാൻ വഴിതെറ്റിക്കുകയും അവരുടെ ജനിതകത്തെ അഹങ്കാരവും പാപവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും. ആദമിൻ്റെയും അസാസിലിൻ്റെയും കഥ മാനവരാശിക്ക് നൽകുന്നത് ഏറ്റവും വലിയ ഗുണപാഠം അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ എങ്ങനെ പ്രതിഭയെ നശിപ്പിക്കുന്നു എന്നാണ്. ആദമിനുണ്ടായിരുന്നത് ഉന്നതമായ ഒരു സുപ്പീരിയർ DNAയും അപാരമായ ബുദ്ധിശക്തിയുമായിരുന്നു. എന്നാൽ അസാസിലിനുണ്ടായിരുന്നത് ലക്ഷക്കണക്കിന് വർഷത്തെ അനുഭവ സമ്പത്തും സ്വതന്ത്ര ഇച്ഛയോടെ ഫ്രീ വില്ലോടെ നേടിയെടുത്ത വിപുലമായ അറിവുമാണ്. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും കൈകോർത്തിരുന്നെങ്കിൽ പ്രപഞ്ചം ഇതുവരെ കാണാത്ത ഒരു വലിയ ശക്തിയായി അത് മാറിയായിരുന്നു. ആദമിന്റെ ബുദ്ധിശക്തിയും അസാസിലിന്റെ അനുഭവ സമ്പത്തും ഒത്തുചേർന്നെങ്കിൽ പ്രപഞ്ച രഹസ്യങ്ങൾ അതിവേഗം അനാവരണം ചെയ്തേനെ. പക്ഷേ അവിടെയാണ് അഹങ്കാരം അല്ലെങ്കിൽ ഈഗോ വില്ലനായത്. തൻ്റെ ശക്തി മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുമ്പോൾ ആ ശക്തി തന്നെ വിനാശമായി മാറി. ഇത് നമ്മുടെ സമകാലിക ലോകത്തും നമ്മൾക്ക് കാണാം. വലിയ കഴിവുകളുള്ള സഹോദരങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുന്നതിന് പകരം അസൂയ മൂലം തകർച്ചയിലേക്ക് നീങ്ങുന്നു. വ്യത്യസ്തമായ ആദർശങ്ങളും ആശയങ്ങൾക്കും സത്യങ്ങൾക്കും ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. എന്നാൽ നമ്മുടെ ആശയമാണ് വലുതെന്ന വാശി ലോകത്തെ യുദ്ധങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഭക്ഷണത്തിൽ വരെ നമുക്കിത് കാണാം. വെജിറ്റേറിയനിയസവും നോൺ വെജിറ്റേറിയനിയസവും അവർക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്നാൽ ഇതിൻ്റെ പേരിൽ പോലും മനുഷ്യർ ചേരി തിരിഞ്ഞ് പോരാടിക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം നിസാര കാര്യങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ തമ്മിലടുപ്പിക്കുകയും സിനിമകളിൽ പോലും വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ശക്തികൾ ഒത്തുചേരുമ്പോഴാണ് ലോകം വളരുന്നത്. എന്നാൽ അവ പരസ്പരം പോരാടിക്കുമ്പോൾ ആദമിനെ പോലെയുള്ള പ്രതിഭകളും അസാസിലിനെ പോലെയുള്ള അനുഭവ സമ്പന്നരും ഒരേപോലെ തകരുകയും ചെയ്യുന്നു. അഹങ്കാരം ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ് മനുഷ്യവംശത്തിൻ്റെ അതിജീവനത്തിന് ഒരേ ഒരു വഴി. സുഹൃത്തുക്കളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ യാത്രയിൽ എന്നോടൊപ്പം ചേരാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ ഷെയറുമാണ് എനിക്ക് അടുത്ത ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള ഏറ്റവും വലിയ ഊർജം. ഈ പരീക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടം, അതായത് വിലക്കപ്പെട്ട കനി എങ്ങനെ ആദമിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നും ഭൂമിയിലെ നിയന്ത്രത്താളുകൾക്കിടയിൽ ആദം എങ്ങനെ എത്തിച്ചേർന്നു എന്നും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എനിക്ക് ലൈക്കുകൾ തരൂ, ഞാൻ നിങ്ങൾക്ക് വിസ്മയിപ്പിക്കുന്ന കഥകൾ നൽകാം. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. يا خالق الأكوان يا مصور الأزمان نور هداية يغمرني وإليك قلبي يسكن أنت السلام والأمان أنت السلام والأمان.